നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രോഹിത്തിനെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. കൃഷ്ണബോളും ബബിതയൊക്കെ ചേർന്നിട്ട് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയുടെ വരെ കണ്ണ് നിറഞ്ഞുപോയി. ഈ സമയം കൃഷ്ണബോൾ പറഞ്ഞു, അതെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ആഹാരം കഴിക്കണ്ടേ, വരാനൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും അലീന നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം അലീന പറഞ്ഞു, അച്ഛനിത് എന്ത് പറ്റി, അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. മോളെ, എങ്ങനെ എനിക്ക് നിന്നോട് നന്ദി പറയണമെന്ന് അറിയില്ല. അത് പറഞ്ഞിട്ട് അലീനയുടെ കൈ എടുത്തിട്ട് അത്തേലേക്ക് ഇങ്ങനെ തലവെച്ച് വിങ്ങി പൊട്ടി കരയുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അലീന പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെ? എന്നാലും മോളെ, നീ കുടുംബത്തിന് വേണ്ടിയിട്ട് അതെന്ത് വർത്താനോ അച്ഛ പറയണേ? ഈ കുടുംബം എൻ്റേതും കൂടെ അല്ലേ, എൻ്റെ അച്ഛനല്ലേ ഇത്, എൻ്റെ അനുജനല്ലേ രോഹിത്ത്, സഹോദരിമാരിലൊക്കെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പം പിന്നെ എനിക്ക് അവരെയൊക്കെ രക്ഷിക്കണ്ടേ, അവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരണ്ടേന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛ പോട്ടെ, അച്ഛൻ ഇതിനെക്കുറിച്ച് ഒന്ന് ഓർത്ത് ഒരു ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞ് ബാലേന്ദ്രനെ സമാധാനിപ്പിച്ച അലീനയ്ക്കറിയാം ഇപ്പോഴത്തെ ഈ വീടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, മുമ്പ് എന്തായിരുന്നുള്ളത് അതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട് താനും. ഈ കുടുംബം ഇതുപോലെ കൊണ്ടുവരണമെങ്കിൽ താൻ എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടെന്നറിയാം. പക്ഷെ ഒരു കാരണവശാലും അലീന അത് മറ്റുള്ളവരോട് പാടി നടക്കാനോ പറഞ്ഞു നടക്കാനോ ഒട്ടും ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഈ സമയം വൈജയന്തി കഴിപ്പൊക്കെ കഴിഞ്ഞു പോയി കൈയൊക്കെ കഴിയൊന്ന് പ്ലേറ്റൊക്കെ വെച്ചു. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും വേണം കഥയെ മുട്ടുന്ന കേട്ടെ. രോഹിത്ത് അകത്തേക്ക് കയറി വന്നു. നീയോ, എങ്ങനെയുണ്ടാ, നിന്റെ പനിയൊക്കെ ഒന്ന് കുറഞ്ഞോന്ന് ചോദിച്ചിട്ട് നെറ്റിയിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി. പനിയൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞു. അല്ല, നിന്റെ കോലം ഇതെന്താടാ, നിന്റെ മുടിയൊക്കെ വെട്ടി നീ ആളാകെപ്പാരം മാറിപ്പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം രോഹിത്ത് പറഞ്ഞു, അതെ എല്ലാവരും പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞു. അല്ല, നീ എവിടെയാ? ബാർബർ ഷോപ്പിൽ പോയാണോ മുടി വെട്ടിയതെന്നൊക്കെ ചോദിച്ചു. അല്ല, ഇത് അലീന ചേച്ചി വെട്ടിയതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയുടെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. ഓഹോ, അവള് വെട്ടിയതാണോ? അവൾ ഇവിടുന്ന് ക്ഷൗരം പഠിച്ചേ രാമേശ്വരത്ത് നിന്നാണോന്ന് ചോദിച്ചു. എന്താ അമ്മേ, എല്ലാവരും നല്ലതാന്നാ പറഞ്ഞേ. പിന്നെ നല്ലതാന്ന്, നിന്റെ കോലം വരെ മാറിപ്പോയി. എന്ത് കോലപാടായത്, അവള് വെട്ടി വെച്ചിരിക്കുന്നു, നിനക്ക് നാണം ഉണ്ടോടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ് രോഹിത്തിനോട്. രോഹിത്ത് പറഞ്ഞു, അമ്മ എന്തിനാ അലീന ചേച്ചിയോട് ദേഷ്യപ്പെടുന്നേ? അമ്മയുടെ ദേഷ്യം ഇതിനായിട്ട് മാറിയില്ലേ? അത് മാറണമെങ്കിൽ ആ ചത്തും മണ്ണടിയണോടാ, അല്ലെങ്കിൽ അതൊന്നും മാറത്തില്ല എന്ന് പറഞ്ഞു. എടാ, നീ എന്താ വിളിച്ചേ? അലീന ചേച്ചിന്നോ? അതിപ്പോഴാണല്ലോ ശ്രദ്ധിക്കുന്നേ. എന്താമ്മേ, പ്രായത്തിന് മൂത്തവരെ അങ്ങനെയല്ലേ വിളിക്കണ്ടേ? അന്ന് നീ ചേച്ചിന്നല്ലടാ അമ്മച്ചിന്ന് വിളിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു ചേച്ചി വന്നിരിക്കുന്നു, അവള് കൈവശം തന്ന് മയക്കെടുത്തിരിക്കുവോ നിന്നെ. അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണത്, മിണ്ടരോ നീയ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് രോഹിത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. രോഹിത്ത് പറഞ്ഞു, അമ്മ ആ വിഷയം വിട്, ഞാനിപ്പോൾ വന്ന എന്തിനാന്ന് വെച്ചാൽ അമ്മയോടൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? അമ്മയോടൊരു ക്ഷമ ചോദിക്കാൻ വന്നാ. ക്ഷമ ചോദിക്കാനോ? അതെ അമ്മ, ഞാൻ കാരണം അമ്മയ്ക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും മറ്റുള്ളവർ ഫേസ് ചെയ്യാനായിട്ടൊക്കെ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയമേ, എന്നോട് ക്ഷമിക്കുക, ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വൈജയന്തി ചോദിച്ചു, നീ അച്ഛനോട് ക്ഷമ ചോദിച്ചോ? ക്ഷമ ചോദിച്ചായിരുന്നു. എടാ, ഇതൊക്കെ വന്ന് നീ പറയുന്നേ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അവിടെ ആ അലീന എന്ന് പറയുന്നവർ പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു. അലീന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും പോയി ക്ഷമ പറയണം എന്നൊക്കെ, നമ്മൾ കാരണം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയണമെന്നോ. അത് കേട്ടപ്പോൾ വൈജയുടെ ഭാവം അങ്ങോട്ട് മാറി. അവൾ ക്ഷമ ചോദിപ്പിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു, നീ എൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. അത് ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതൊക്കെ സ്വാഭാവിക. അതിന് പകരം അവള് പറഞ്ഞു വിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അലീനയെ കുറ്റപ്പെടുത്തി രോഹിത്തെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് വൈജ. അത് കേട്ട ഉടനെ നീ ക്ഷമ പറയാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു, നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീ ഇത് ചെയ്യുവാടാന്ന് ചോദിച്ചു. അമ്മ അത് പിന്നെ ഞാൻ മിണ്ടരുത് നീ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിന്നെ എന്തൊക്കെയോ കൈവശം തന്ന് അവൾ മയക്കിയിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മേ, എനിക്ക് ആരും ഒരു കൈവശം തന്നിട്ടില്ല. പിന്നെ എനിക്കിതൊക്കെ മനസ്സിലാകുന്നില്ലെന്ന് ഓർത്താണ് നീ ഇരിക്കുന്നേ. എടാ, അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അതുപോലെ നിനക്ക് അറിയാമെന്ന് ചോദിച്ചു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, നിനക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി, നീ ജയിലിൽ കിടക്കേണ്ടി വന്നു, ഭാര്യേന്ദ്രൻ്റെ അറ്റാക്ക് വന്നു, എന്തൊക്കെയായിരുന്നു. അവളെല്ലാം വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ ഇതൊക്കെ അല്ലായിരുന്നെങ്കിലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അമ്മ അതിന് അലീന ചേച്ചിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, മിണ്ടരോ നീയ. ഇപ്പം ബബിതയ്ക്ക് പോലും മാറ്റോ, എല്ലാവരും അലീനയുടെ പിന്നാലെ തന്നെയാ. അല്ല, ഒരു കാര്യം ചെയ്യുക,
അവളെ പുകഴ്ത്തുന്ന ഒരു മത്സരം നടത്ത്, ആര് ഫസ്റ്റ് പ്രൈസ് നേടൂ നമുക്കറിയാലോ എന്നൊക്കെ പറഞ്ഞു. അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ ഞാൻ പറയണം, അവളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തരിച്ചു വരുന്നുണ്ട് എനിക്ക്. അവള് പറഞ്ഞിട്ട് മാപ്പുമായിട്ട് വന്നിരിക്കുന്നവന് പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന്, എനിക്ക് ഒറ്റ ഓണത്തിനെ കാണണ്ട എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെട്ട് വൈജയന്തി രോഹത്തിനെ മുറിയിൽ നിന്ന് ഇറക്കി വിടുവാണ്. രോഹത്തിന് നല്ല സങ്കടം വന്നു. താൻ എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിലേക്ക് കയറില്ലെന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ അലീന അടുക്കള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. അലീനയ്ക്ക് തീരെ വയ്യായിരുന്നു, നല്ല ക്ഷീണമുണ്ട്, നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നത്. കൃഷ്ണമോൾ വന്ന് നോക്കിയിട്ട് ചോദിച്ചു, അല്ല ചേച്ചിക്ക് വയ്യേ, ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ ചേച്ചിക്ക് പനിക്കാനാന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ കൃഷ്ണമോൾ തൊട്ട് നോക്കിയിട്ട് പറയണം. മോളെ നീ ഒരു കാര്യം ചെയ്യും, ഇത്തിരി ഭാമുണ്ടി എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പനിക്കോളല്ലേ ഉള്ളൂ, ഭാമ മതി എന്ന് പറഞ്ഞു. ഈ സമയത്ത് കൃഷ്ണമോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിരിവേണം. അപ്പോഴേക്കാണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ബബിത കേട്ടു. ബബിത ചോദിച്ചു, ആർക്കാ പനിക്കോളെന്ന് ചോദിച്ചു. കൃഷ്ണ പറഞ്ഞു, അതെ അലീനേച്ചിക്ക് പനിക്കാൻ തുടങ്ങുവാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ബബിത പെട്ടെന്ന് അങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്നിട്ടാണോ ഈ അടുക്കളയിൽ കിടന്ന് പണി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം അലീനെ എങ്ങനെ നോക്കി. അപ്പോഴേക്കും ബബിത പറഞ്ഞു, ഇതിൻ്റെ ആവശ്യം വല്ലതുണ്ടോ, അടുക്കള വന്നു കിടന്ന് പണിയുന്നു, ഇതെന്താ മറ്റുള്ളവർ കൂടെ പകർത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇവിടെ കുറേ ജോലികളുണ്ട്, ഇത് തീർക്കുവാണെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കാമല്ലോ. അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണമോളോട് ചോദിച്ചു, നീ എന്ത് നോക്കി നിൽക്കുക, ബാം എടുക്കാൻ പോയതല്ലേ, പോയി ബാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. തിരിയുന്ന സമയത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ മുറിയിലുണ്ട്, അതാ ഇത്തിരിയോട് നല്ലതെന്ന് പറഞ്ഞു. കൃഷ്ണമോൾ അങ്ങനെ ഭവിതയുടെ മുറിയിലേക്ക് പോയി. ആ സമയം അലീനയോട് പറഞ്ഞു, ഇനി എന്ത് നോക്കി നിൽക്കും ഇവിടെ, പോയി കിടക്കാൻ പറഞ്ഞാൽ കിടന്നാൽ മതി, അടുക്കള നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേറെ ആർക്കും അറിയില്ലേ, പറയുന്ന കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അലീന ഭവിതയെ നോക്കി പിന്നീട് മുറിയിലേക്ക് പോവാണ്. ഇതേ സമയത്ത് ബാലേന്ദ്രൻ ഫോൺ ചെയ്യുമായിരുന്നു. ഫോൺ ചെയ്ത് അങ്ങനെ സംസാരിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭവിത അങ്ങോട്ടേക്ക് വരുന്നത്. ഭവിത വന്നപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താച്ചാ വലിയൊരു ആലോചന എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി, എന്താ നീ എന്നോട് ചോദിച്ചേ, അല്ല ഇത്ര ആലോചന എന്താന്ന്. ഒന്നുമില്ല, അല്ല ഇപ്പം എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചു. അതെന്താ, അല്ല ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ എന്തേലും ഒരു കാര്യം ഇല്ലാതിരിക്കില്ലല്ലോ. ഓ അതോ, അച്ഛനൊരു കാര്യം ചെയ്യാം, ഇന്നാള് രോഹത്തേണ്ണ പനി വന്നപ്പോൾ കൊണ്ടുവന്ന ഡോക്ടറില്ലേ, അയാളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്തിന്, രോഹത്തിന് പിന്നെയും പനി പിടിച്ചോന്ന് ചോദിച്ചു. രോഹിത്തേണ്ണ പനിയൊന്നുമില്ല, പിന്നെയോ അച്ഛൻ്റെ പുന്നാര മോൾക്ക് പനിയാ. ആർക്ക്, കൃഷ്ണമോൾക്കോ? കൃഷ്ണയ്ക്കല്ല, പിന്നെ ഒരാളുണ്ടല്ലോ അച്ഛാന്ന് വിളിക്കുമ്പോൾ തേൻ ഒലിപ്പിക്കുന്ന ഒരാള്, അതാരാ, അലീനയാണോ? അതെ അവര് തന്നെ, അവർക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് വല്ല കള്ളപ്പനി ആയിരിക്കും എന്ന് പറഞ്ഞു. കള്ളപ്പനിയൊന്നും അല്ല അച്ഛാ, അച്ഛൻ പോയി വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു. എടി അത് കള്ളത്തരം വയ്ക്കുക, അത് ഇത്തിരി കഴിയുമ്പോൾ അവിടെ കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അച്ഛാ ഇത് കള്ളപ്പനി അല്ലാന്ന് പറഞ്ഞില്ലേ, അച്ഛൻ പോയി വിളിച്ചോണ്ട് വരുന്നുണ്ടോ ഡോക്ടറെ, അതോ ഇനിയിപ്പം ഞാൻ പോണോന്ന് ചോദിച്ചു. അയ്യോ വേണ്ടായേ, ഞാൻ പോയി വിളിച്ചോളാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ബാലിതൻ്റെ ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേനും ഭവിത അങ്ങ് തിരിഞ്ഞു. പിന്നീട് ഭവിത അങ്ങ് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അതെ ഒത്തിരി ഓവറായിരുന്നു കേട്ടോ അച്ഛാ, ഈ വയറ് ഞാൻ അച്ഛനെ കുത്തിപ്പൊടിക്കുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഭവിത അങ്ങോട്ട് പോയി. ബാലേന്ദ്രൻ ചിരി വന്നു. ബാലേന്ദ്രൻ ഡോക്ടറെ വിളിക്കാൻ ഒരുങ്ങുവാണ്. പിന്നീട് ഭവിത നേരെ അടുക്കളയിലേക്ക് പോയത്. അടുക്കള പോയിട്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. ചുക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാം, അത് പനിക്ക് നല്ലതാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ചുക്ക് കാപ്പി വെക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ചുക്ക് കാപ്പി ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും കൃഷ്ണമോൾ അങ്ങോട്ട് വന്നു. കൃഷ്ണമോൾ വന്നിട്ട് ചോദിച്ചു, അല്ല ഭാവി ചേച്ചി ഇവിടെ എന്തെടുക്കുക, ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങുമോ? അതാണോ, ഒരു കാര്യം ചെയ്യുക, അവിടെ ശർക്കര ഇരിപ്പുണ്ടായിരിക്കും, അതെടുത്തിട്ടിട്ട് ഇത്തിരി ചുക്ക് കാപ്പിപ്പൊടിയും കൂടെ എടുത്തിട്ട് കാപ്പി റെഡിയായെന്ന് പറഞ്ഞു. ഓ നീ എന്നെ വലിയ പഠിപ്പിക്കുകയൊന്നും വേണ്ട, അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. പിന്നെ അറിയാം, എന്നിട്ടാണ് ഇങ്ങനെ നിന്നേന്ന് ചോദിച്ചു. അല്ല നീയേ ബാമ കൊടുക്കാൻ പോയതല്ലേ, എങ്കിൽ പിന്നെ പോയി ബാമ കൊടുത്തിട്ട് വാ. ഞാൻ കൊടുത്താളാവേ എന്നും പറഞ്ഞ് അങ്ങ് തിരിഞ്ഞു പോയി. ആ സമയത്ത് ബബിത ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുവാണ് ചുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, അതെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാപ്പിപ്പൊടി എവിടെ ഇരിക്കുമെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞു. കൃഷ്ണമോൾ പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ബബിത ഇങ്ങനെ നോക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നീട് കാപ്പിപ്പൊടി എവിടെയാന്ന് തപ്പി കണ്ടുപിടിച്ചെടുത്തു. അങ്ങനെ അലീനയ്ക്ക് വേണ്ടിയിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കുവാണ്. പിന്നീട് കൃഷ്ണമോൾ അലീനയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും അലീന നിലത്താണ് കിടക്കുന്നത്. കൃഷ്ണമോൾ വന്നിട്ട് പറഞ്ഞു, ഇതെന്താ അലീന ചേച്ചി ഈ നിലത്ത് കിടക്കണം, എന്തിനാ ആ ബെഡിൽ കയറി കിടക്കാൻ പറഞ്ഞു. വേണ്ട മോളെ ഞാനിവിടെ കിടന്നോളാന്ന് പറഞ്ഞു. ഓ ഇനിയിപ്പം
വേറെ ആരെങ്കിലും വന്ന് പറയണമെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ഭവതേച്ചോ അച്ഛനോ ആരെങ്കിലും വന്ന് പറയണമല്ലോ അങ്ങനെയൊക്കെ ചോദിക്കണം. വേറെ ആരും വന്ന് പറയുമൊന്നും വേണ്ട, എനിക്കറിയാം ഇപ്പം സ്നേഹമൊക്കെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലേന്ന് ചോദിച്ചു. ഈ സമയത്തും തന്നെ വേണം നിന്റെ കുശുമ്പ് എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോളോട് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു എഴുന്നേക്ക് ചേച്ചി എന്നൊക്കെ പറയണം. ആ സമയം ഭവിത അങ്ങോട്ട് വന്നു ചുക്കാപ്പിയൊക്കെ ആയിട്ട്. ചുക്കാപ്പി ഉണ്ടെന്ന് ഭവിത ടേബിളെ വെച്ചു. ടേബിളിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ പറഞ്ഞു കണ്ടില്ല അലീനിച്ച് കിടക്കുന്നേ നിലത്ത് കിടക്കുന്നേ, ആ ബെഡിൽ എഴുന്നേറ്റ് കിടക്കാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത വന്നിട്ട് പറഞ്ഞു അത് ശരിയാണല്ലോ, ഇനിയിപ്പം അച്ഛൻ വന്ന് പറയണായിരിക്കും, അല്ല അച്ഛൻ്റെ പുന്നാരം മോളല്ലേ, എന്നിട്ട് ഇതുവരെയായിട്ട് ഒരു കട്ടിലും ബെഡും ഒന്നും കിട്ടിയില്ലേന്ന് ചോദിച്ചു. എന്നിട്ട് മര്യാദയ്ക്ക് അവിടെ കിടക്കാൻ നോക്കാനൊക്കെ പറയണം. ഈ പനി വെച്ച് തറയിൽ കിടക്കേണ്ട കാര്യമില്ല, ഇനിയിപ്പം ബാക്കിയുള്ളവരെ കൊണ്ട് പറയിക്കണമായിരിക്കും, ആ കൊച്ചിന് പനി വന്നിട്ട് ആ കൊച്ചു നിലത്താ കിടക്കണേന്ന്, അതിന് വേണ്ടിയിട്ടല്ല ഇവിടെ കിടക്കണേന്ന് ചോദിച്ചു. ഒടുവിൽ അലീനെ പതുക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു അവിടേക്ക് പോയി കിടക്കാൻ പറഞ്ഞു. ഞാൻ കിടന്നോളാന്ന് പറഞ്ഞു. ഭവിത പറഞ്ഞു ഞാൻ ചുക്കാപ്പി വെച്ചിട്ടുണ്ട് എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. ആ സമയം കൃഷ്ണമോളുടെ കൈ ഭാമുണ്ടായിരുന്നു. കൃഷ്ണമോൾ പെട്ടെന്ന് ഭവിതയോട് പറഞ്ഞു ഭവിതേച്ചി ഈ ഭാം ഒന്ന് പെരട്ടി കൊടുക്കാതെ അലീൻ ചേച്ചിക്ക്, എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാൻ സമയമായി, ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് കയ്യിലേക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പോയി. ഒരു നിമിഷം ഭവിത എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കോടെ. ഭവിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെ മുന്നിൽ കൃത്രിമമായിട്ട് ദേഷ്യം അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലേ. അലീനെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഭവിത അലീനയെ നോക്കി, എന്നിട്ട് ഭാമ അലീനയുടെ നെറ്റി പുരട്ടി കൊടുക്കുകയാണ്. അലീനയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ സമയം ഭവിത പറഞ്ഞു ഇനി ഇവിടെ നിൽക്കേണ്ട കിടന്നോളാനും പറഞ്ഞ് പതുക്കെ അലീനയെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി. അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരിക. എന്ത് പറ്റി കണ്ണ് നീറുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. എങ്കിൽ കണ്ണടച്ച് കിടന്നോട്ടോ, അപ്പം പിന്നെ കണ്ണ് നീറത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാനും മടിക്കണ്ട. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് സന്തോഷമായി. അലീന അവിടെ കണ്ണടച്ച് കിടക്കുവാണ്. ഈ സമയം കൃഷ്ണമോള് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും വായി ചോദിച്ചു എന്താടി നിനക്കെന്നെ കണ്ടിട്ടൊരു ബഹുമാനമൊന്നും ഇല്ലാത്ത, മൈൻഡ് ചെയ്യാതെ പോകുന്നേ. അയ്യോ അതെ ഒരു യുദ്ധത്തിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണല്ലേ, അതുകൊണ്ടാണല്ലേ നീ എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നേ, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തൊരു ബഹുമാനം അമ്മയോട്. അപ്പോഴേക്കും കൃഷ്ണമോള് തിരികെ വന്നു. അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നീ, ഇപ്പം നിനക്ക് ഭയങ്കര മാറ്റമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് സങ്കടവും ദേഷ്യം വന്നു. കൃഷ്ണമോൾ പറഞ്ഞു അമ്മയ്ക്ക് ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ പിന്നെ തന്നാൽ മതിയോ? അപ്പം എന്നെ എതിർത്ത് പറയാനുള്ള ഭാവമാണ് നിനക്ക്, എനിക്ക് പണ്ടേ അറിയാം നിന്റെ സ്വഭാവം എന്താന്ന്. കൃഷ്ണമോൾ പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടേ? അമ്മയെ ഞാൻ എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി അമ്മയാണ്, അമ്മയുടെ സ്വഭാവമാണ്. അമ്മ നേരെ വണ്ണം ചിന്തിക്കുവാണെങ്കിൽ പ്രവർത്തിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അമ്മ മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യും, അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ് കൃഷ്ണമോളെ വൈജ. പിന്നീട് ചോദിച്ചു എന്താടി രാവിലെ ഇവിടെ വലിയ തട്ടുംപൂട്ടും ഒച്ചപ്പാടും ഒക്കെ ആയിട്ടുള്ള എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അതോ അമ്മയുടെ പുന്നാര മോളിന്ന് ആദ്യമായിട്ട് അടുക്കള കയറിയേണ്ടിയാന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞിപ്പോൾ ഒരു ഞെട്ടലോടുകൂടി വൈജ കൃഷ്ണമോളെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.